Inserting chart. To insert a chart in your presentation, follow the steps. Step 1. Click chart icon on the standard bar. Now a default chart will appear as shown in figure 4.27. Step 2. Click on chart type button from the formatting toolbar to change chart type. Step 3. Select a chart style from the list, figure 4.28. Step 4. Click on OK button. Now the selected chart will be inserted in the presentation. It displays sample data on a presentation. You can enter data in the presentation by clicking on chart data table icon near the chart type icon. To enter the data for chart, follow the given steps. Step 5. Click on the chart data table button from the toolbar. The data table dialog box will open and display the data of selected table. Step 1. Enter the data as per the requirement. You can see the changes on chart as shown in figure 4.31. The data table dialog box allows you to change the categories, legend, etc. Here you can also insert a new column and row, delete column or row, delete series, move series right and move row down. നമുക്കൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ലിബ്രോഫീസ് ഇംപ്രസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലിബ്രോഫീസ് ഇംപ്രസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബ്ലാങ്ക് ലേ ഔട്ട് എടുക്കാം. അതിന് വേണ്ടി ലേ ഔട്ടിൽ ബ്ലാങ്ക് എടുക്കുക, ബ്ലാങ്ക് സ്ലൈഡ്. അതിനുശേഷം നമുക്കിവിടെ ചാർട്ട് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡീഫോൾട്ട് ചാർട്ട് അപ്പിയർ ആവും. നമ്മൾ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഓപ്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ചാർട്ടിൻ്റെ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ ചാർട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ചാർട്ട് ടൈപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാർട്ട് ടൈപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോളം ചാർട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ചാർട്ട് ഡാറ്റ ടേബിൾ എന്ന് കാണാം സ്റ്റാൻഡേർഡ് ബാറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ടേബിൾ കാണാം. ഈ ടേബിളിൽ കാറ്റഗറീസ് എന്ന് കാണാം. നമുക്ക് റോ 1 റോ 2 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് പുസ്തകത്തിലുള്ള അതുപോലെ വാല്യൂസിൽ മാറ്റം വരുത്താം. ഓരോ വാല്യൂസും മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് ചാർട്ടിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആ ലെജൻഡിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഹൗസ് 1 ഹൗസ് 2 ഹൗസ് 3 എന്നാക്കി. ഓക്കെ, ഇപ്പം നമ്മുടെ ചാർട്ട് നമ്മൾ ടേബിൾ അനുസരിച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത വാല്യൂസ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രസൻറ്റേഷനിൽ കാണാം. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചാർട്ടുകൾ സഹായിക്കും. നമുക്ക് വീണ്ടും ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു വീടോ അതല്ലെങ്കിൽ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മളിവിടെ ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യണം. നമുക്കിവിടെ ഐസ്ക്രീം എന്ന് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ടേബിൾ ചാർട്ടിൽ പുതിയൊരു ഐറ്റം ആഡ് ആയിട്ടുണ്ട്, ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ്, ഫോർമാറ്റിംഗ് എ ചാർട്ട്. യൂസിങ് ഫോർമാറ്റ് മെനു we can change the format of title, legend, axis, grid, chart area, etc. To change the properties of the legend, follow the given steps.
Step 1. Select Legend option from Format menu. The Legend dialog box will appear. Step 2. Define the properties as per your choice. Here we can apply the area fill, font effect and change in the position of legend. Step 3. Click on OK button to apply changes. Now you can see the changes in legend as shown in the figure 4.33. To format the chart wall, follow the given steps. Step 1. Click on the Format menu. Select the chart wall option. The chart wall dialog box appears. Step 2. Click on the Area tab. Select the desired option from the fill drop down list. Here we have selected the gradient option. Step 3. Choose the desired gradient from the list box and click OK. Now you can see the change of chart wall on your chart. Few more points. You can change the look of the chart by clicking the checkbox of 3D look in chart type window. You will get 2 options in the combo box of 3D look. Similarly, you can change the shape of the chart by clicking on the shape combo box. അടുത്തതായിട്ട് LibreOffice ഇംപ്രസ്സിൽ നമുക്കൊരു ചാർട്ട് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു പൈ ചാർട്ട് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഓക്കെ അടിക്കാം. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഫോർമാറ്റിൽ പോയി നോക്കാം. ഇപ്പം നമുക്ക് ലെജൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഫോണ്ട് എഫക്ട്സ് ഏരിയ കാണാം. നമുക്കിവിടെ ഏരിയ എന്നുള്ളതിൽ നമുക്കൊരു കളർ സെലക്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു യെല്ലോ ഗ്രീൻ. ഇപ്പം നമുക്ക് ഈ ലെജൻഡിൻ്റെ താഴെ ഒരു യെല്ലോ ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലെജൻഡിന് ഗ്രേഡിയൻറ്റോ ഹാച്ചിങ്ങോ ബിറ്റ് മാപ്പോ ഒക്കെ അപ്ലൈ ചെയ്യാം. നമുക്കൊരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടോ അതിലധികമോ കളറിൻ്റെ മിക്സാണ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കൊരു ഫോണ്ട് എഫക്ട്സ് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ ലെജൻഡിലുള്ള ഫോണ്ടിന് കൊടുക്കുന്ന ഒരു എഫക്ട്സ് നമുക്ക് എംബോസ് പറഞ്ഞ എഫക്ട്സ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതൊരു എംബോസ് ആയിട്ട് നമുക്കൊന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെ കാണാം. നമുക്ക് ചാർട്ടിന് ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ചാർട്ട് വാൾ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് കൊടുക്കാം. നമുക്ക് ടാങ്കോ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഗ്രേഡിയൻ്റാണ് അപ്ലൈ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ചാർട്ടിന് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ചാർട്ട് ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് പൈ ചാർട്ട് ആക്കാം. ഓക്കെ അടിച്ചു, പൈ ചാർട്ട് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ 3D ലുക്ക് വേണമെങ്കിൽ എനബിൾ ചെയ്യാം. 3D ലുക്ക് എനബിൾ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒരു 3D രൂപത്തിൽ ചാർട്ട് അപ്പിയർ ആവും. ഓക്കെ, മറ്റ് ചാർട്ടുകൾക്കും ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. View in Impress. LibreOffice Impress has several views that allows you to see presentation content in various useful ways. Each view has specific uses depending upon the situations. Some views are used to edit and some others are used to display presentation. The different views are Normal View, Outline View, Notes View, Handout View, Slide Sorter View, Slide Show. LibreOffice ഇംപ്രസ്സിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂസുകളുണ്ട്. നമ്മൾ ഓരോ വ്യൂസും ഉപയോഗിക്കുന്നത് ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ വ്യൂസിനെ പറ്റിയിട്ടും വിശദമായിട്ട് ഒന്ന് നോക്കാം. നോർമൽ വ്യൂ. When you open a LibreOffice Impress presentation, the default selection is Normal View. It is the main editing view where you write and design your presentation. This view is able to organize your presentation. Normal View has 3 working areas: Slide pane, Task pane and Workspace. To get a Normal View, click on Normal View option in the View tab. നമ്മൾ LibreOffice Impress ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലുള്ള ഈ കാണുന്ന വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറഞ്ഞത്. ഇതിനെ മെയിൻ എഡിറ്റിംഗ് വ്യൂ എന്നും പറയാറുണ്ട്. LibreOffice ഇംപ്രസ്സിക്ക് വേണ്ട
ടൈപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഈ വ്യൂ ഹെൽപ്പ് ചെയ്യും. നോർമൽ വ്യൂവിൽ പ്രധാനമായിട്ടും 3 വർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അതിൽ സ്ലൈഡ് പെയിന്, ടാസ്ക് പെയിൻ ആൻഡ് വർക്ക് സ്പേസ്. മറ്റ് വ്യൂസിലാണ് എന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ വ്യൂക്ക് വരാൻ വേണ്ടി വ്യൂ ടാബിൽ നോർമൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതിയാവും. Outline view shows an outline of your slide show. That means just the text of your slides. In this view, we see an icon showing when there is a new slide, and we see title placeholder text of that slide show up in the outline, and bullet points are then listed below. You can add a new bullet points to a slide in outline view. ഔട്ട്ലൈൻ വ്യൂവിൽ സ്ലൈഡിൽ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് ഒന്നും കാണിക്കൂല, ജസ്റ്റ് ടെക്സ്റ്റും അതുപോലെ ബുള്ളറ്റൊക്കെ കാണിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. ഓക്കെ, നെക്സ്റ്റ് നോട്ട്സ് വ്യൂ. നോട്ട്സ് വ്യൂ allows to make notes under the slide without affecting presentation in slideshow. The notes pane is located just below the slide pane. You can type notes that apply to the current slide. Later, you can print your notes. When you want to view and work with your notes in full page format, click on Notes View in the View tab. നോട്ട്സ് വ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ സ്ലൈഡിൻ്റെ താഴെയും പ്രസൻറ്റേഷനെ ബാധിക്കാത്ത രീതിയിൽ നോട്ട് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ ആ നോട്ടിൽ കൊടുക്കുന്നതൊന്നും നമ്മൾ പ്രസൻറ്റേഷനിൽ കാണിക്കൂല, നമുക്ക് നോട്ട്സ് വ്യൂവിൽ മാത്രമേ ഈ നോട്ട് കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ലൈഡിനുമായി ബന്ധപ്പെട്ട നമുക്ക് മാത്രം കാണേണ്ട വിവരങ്ങൾ നമുക്ക് നോട്ട്സിൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് വേണമെങ്കിൽ ഓരോ സ്ലൈഡിനും ഏതെല്ലാം ആനിമേഷൻ കൊടുക്കണം, ഫോണ്ട് സൈസ് എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനൊക്കെ സഹായിക്കും. ഈ നോട്ട്സ് നമുക്ക് നോർമൽ വ്യൂവിൽ കാണൂല, പിന്നീട് കാണണം എന്നുണ്ടെങ്കിൽ വ്യൂ ടാബിലുള്ള നോട്ട്സ് വ്യൂ എടുത്താൽ മതി. നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോഴും നോട്ട് പ്രിന്റ് ചെയ്യണോ നോട്ട് ഇല്ലാതെ പ്രിന്റ് ചെയ്യണോ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് പ്രിന്റിംഗ് ഓപ്ഷൻസിൽ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇറ്റ് ഡിസ്പ്ലേസ് all slides as thumbnails. This view helps you to rearrange slides easily. To select this view, click on Slide Sorter View in the View tab. അടുത്തതായിട്ട് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ നമുക്ക് സ്ലൈഡിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരുപാട് സ്ലൈഡുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഏത് ഫസ്റ്റ് വരണം എന്ന് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ വ്യൂവിൽ നിന്നിട്ട് ഓരോ സ്ലൈഡിനും ഡ്രാഗ് ചെയ്തുകൊണ്ട് സ്ലൈഡിൻ്റെ സ്ഥാനം മാറ്റാം, സ്ലൈഡിൻ്റെ ഓർഡറിൽ മാറ്റം വരുത്താവുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ് ഷോ വ്യൂ. Slide show view displays slides in full screen mode. Normally, it is used to show presentation to the audience. In this view, you can see how your graphics, timing, animation effects and transition effects will look during the presentation. F5 key is the shortcut key for this view. അടുത്തതായിട്ട് സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഈ വ്യൂവിലാണ് നമ്മൾ ഓഡിയൻസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള വ്യൂ. അപ്പോൾ നമുക്ക് ഈ വ്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ഫുൾ സ്ക്രീനിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും കാണിക്കാതെ ഫുൾ സ്ക്രീനിൽ പ്രസൻ്റ് ആവും. നമ്മുടെ നോട്ട്സോ അതല്ലെങ്കിൽ ബുള്ളറ്റോ ഒന്നും കാണിക്കാതെ നമ്മൾ സ്ലൈഡിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഓപ്ഷനിൽ ആനിമേഷനൊക്കെ ഫുൾ എഫക്റ്റിൽ വർക്ക് ചെയ്യുക ഈ ഒരു വ്യൂവിലായിരിക്കും. ഈ വ്യൂ എടുക്കാനുള്ളൊരു ഷോർട്ട് കട്ടാണ് F5 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ലൈഡ് ഷോ വ്യൂ കാണാവുന്നതാണ്. സ്ലൈഡ് ഷോ കൺട്രോൾ. While showing your LibreOffice Impress slideshow, you can use both keyboard and mouse to control your presentation. You can control by right-clicking on the screen and selecting relevant option from the pop-up menu. Next, move to the next slide. Move to the previous slide. Go to slide to go directly to other slides. End show. It is used to stop the slideshow or use escape key. അടുത്തതായിട്ട് നമുക്ക് സ്ലൈഡ് ഷോനെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ
പ്രസൻറ്റേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് കീബോർഡും അതുപോലെ മൗസും ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലൈഡ് ഷോനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ്, പ്രീവിയസ്, ഗോ ടു സ്ലൈഡ്, എൻഡ് ഷോ എന്നിങ്ങനെ കാണാവുന്നതാണ്. നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതാണ്. അതുപോലെ പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ സ്ലൈഡിലേക്ക് പോകാനാണ് പ്രീവിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഗോ ടു സ്ലൈഡ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ലൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. അതുപോലെ എൻഡ് ഷോ, അതല്ലെങ്കിൽ കീബോർഡിൽ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ഷോ എൻഡ് ചെയ്യാവുന്നതാണ്. കസ്റ്റം സ്ലൈഡ് ഷോ വ്യൂ. Custom slideshow help to display part of a presentation for a specific audience. Using this option, you can display selected slides depending upon the audience. To create a custom slideshow, follow the given steps. Step 1. Click on the Custom Slideshow in Slideshow menu. Now, Custom Slideshow dialog box will appear as shown in figure 4.38. Step 2. Click on New button. Now define custom slideshow dialog box will appear. Step 3. Select the desired slide to show and click on Add to button. Now selected slides will be added to the selected slides column. Step 4. Click on OK button. The custom slideshow dialog box will appear to display the customized slides. Step 5. Click on Start button. Now the selected slides will be shown in slideshow view. നമ്മൾ തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷനും ആവശ്യമുള്ള സ്ലൈഡുകളൊക്കെ വെച്ചിട്ട് ഒരു കസ്റ്റം സ്ലൈഡ് ഷോ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകൾ മാത്രം സെലക്ട് ചെയ്ത് ഒരു കസ്റ്റം സ്ലൈഡ് ഷോ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നോക്കാം. Lesson summary. Animation helps you to add visual and sound effects to text, pictures, charts, etc. Transition effects appears when one slide changes to other during the slideshow. Sound and movie can be added in a presentation to make the presentation interesting for the audience. Motion path is an animation effects used to move an object or text in a specified path. You can insert a hyperlink to open any document during a presentation. LibreOffice Impress has several views. They are Normal View, Outline View, Notes View, Handout View, and Slide Sorter View. പൂവഞ്ചിനയിൽ നിന്നും നുസ്രത്ത് സെക്കൻഡറി സ്കൂളിലേക്ക് ഉള്ള റൂട്ട് ലിബ്രോഫീസ് ഇംപ്രസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ആനിമേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ റൂട്ട് ആദ്യം വരച്ചിട്ടുണ്ട്. വൈപ്പ് എന്ന് പറഞ്ഞ ആനിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. 3 സ്റ്റേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് നോക്കാം.